അക്ഷര വെളിച്ചം പകർന്നു നൽകി നാളെയുടെ തലമുറയെ നേർവഴിക്ക് നടത്തേണ്ട കൈകൾ തന്നെ കറുത്ത ലഹരി മാഫിയയുടെ മുഖ്യ കണ്ണികളായി മാറിയപ്പോൾ നടുങ്ങിയത് കേരളത്തിന്റെ മനസാക്ഷിയാണ്. സ്കൂളുകളിലും BRCകളിലും അധ്യാപനം നടത്തുകയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ വേദികളിൽ വരെ കയറി നിന്ന് പ്രസംഗിക്കുകയും ചെയ്ത അധ്യാപികമാർ ഇന്ന് രാസലഹരിയുടെ ഇടനിലക്കാരായി മാറപ്പെട്ടിരിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടികളെയും യുവതികളെയും ടാർഗറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യാജ സൗഹൃദങ്ങൾ സ്ഥാപിച്ച് അവരെ ഈ വിഷവലയത്തിലേക്ക് വലിച്ചിഴക്കാൻ ഇവർ കാണിച്ച ക്രൂരതയ്ക്ക് ഒരു മാപ്പുമില്ല. സ്വന്തം ആഡംബര ജീവിതത്തിനും സ്വയം ലഹരി ഉപയോഗിക്കാനും വേണ്ടി സൂംബ ഡാൻസ് ക്ലാസുകളുടെയും ബൺ വിൽപ്പനയുടെയും മറവിൽ ഡിജിറ്റൽ ലൊക്കേഷനുകൾ കൈമാറി ലഹരി വിതരണം നടത്തിയ ഇവർ അധ്യാപകർ സമൂഹത്തിനാകെ അപമാനമാണ്. ഒരു തലമുറയെ വിഷം കൊടുത്തു കൊല്ലാൻ മടിക്കാത്ത ഇത്തരക്കാരെ വെറുതെ വിടാൻ പാടില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെയും യുവതികളെയുമാണ് ഈ അധ്യാപികമാർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. വിദ്യാർത്ഥിനികളുമായി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും നിരന്തരമായ ചാറ്റിങ്ങിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷം ഇവരെ ലഹരി ശൃംഖലയിലേക്ക് കണ്ണികളാക്കി മാറ്റുകയുമായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി എന്നാണ് വ്യക്തമായത്. പക്ഷേ ഈ കറുത്ത ശൃംഖലയെ ഒളിച്ചിരുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വലിച്ചിഴച്ചത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ തന്നെയാണ്. ലഹരി മാഫിയയുടെ വേരറുക്കാൻ അദ്ദേഹം ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന ശക്തമായ കർമ്മ പദ്ധതി കേരളത്തിൽ വീശിയടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവർ ഇന്നും നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി മരുന്നുമായി സ്വൈരവിഹാരം നടത്തിയേനെ. നിയമവും പോലീസും വിരൽത്തുമ്പിൽ ശക്തമായി ചലിച്ചപ്പോഴാണ് റിസ്വാൻ എന്ന കണ്ണിയും തുടർന്ന് അധ്യാപികമാരും വലയിലാകുന്നത്. പദവികളോ സ്വാധീനങ്ങളോ നോക്കാതെ ലഹരി മാഫിയയെ വേരോടെ പിഴുതെറിയാൻ ആഭ്യന്തരമന്ത്രി എടുത്ത ആ നിശ്ചയദാർഢ്യം കടുത്ത നിലപാടുകളുമാണ് ഇന്ന് നമ്മുടെ കുട്ടികളെ വലിയൊരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. കോഴിക്കോട് പേരാമ്പ്ര BRCയിലെ ട്രെയിനറും ആവളക്കുട്ടോത്ത് സ്വദേശിനിയുമായ നീഷ്മ, അതുപോലെ കാവ്യ, കീർത്തന എന്നീ അധ്യാപികമാരും ഇവരുടെ ലഹരി ഇടപാടുകളിലെ കൂട്ടാളിയായ ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസുമാണ് നിലവിൽ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന കൂടുതൽ അധ്യാപികമാരെ ഈ ലഹരിക്കണ്ണിയുടെ ഭാഗമാക്കാൻ ഇവർ സജീവമായി ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ കേവലം ലഹരി മരുന്ന് വിൽക്കുന്ന ഏജന്റുമാർ മാത്രമായിരുന്നില്ല. എന്നാൽ സ്വയം ലഹരി ഉപയോഗിച്ചു തുടങ്ങുകയും അത് ഒഴിവാക്കാനാകാത്ത വിധം ആസക്തരാവുകയും ചെയ്തതോടെയാണ് ലഹരി വാങ്ങാൻ പണമില്ലാതെ ഇവർ മാഫിയയുടെ സജീവ ഏജന്റുമാരായി മാറുന്നത്. സ്വന്തമായി ലഹരി വാങ്ങാനുള്ള പണം കണ്ടെത്താനും ആഡംബര ജീവിതം നയിക്കാനും വേണ്ടിയാണ് പിന്നീട് ഇവർ മേഖലയിലെ വൻകിട ലഹരി വിതരണക്കാരായി മാറിയത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഓൺലൈൻ ഫുഡ് ആപ്പുകളുടെ മറവിലായിരുന്നു വടകരയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി എത്തിച്ചു നൽകിയിരുന്നത്. സമൂഹത്തിൽ മാന്യമായ അധ്യാപന ജോലി ചെയ്യുന്ന യുവതികളായതിനാൽ തന്നെ സംശയത്തിൻ്റെ നിഴൽ വീഴാതെ രക്ഷപ്പെടാൻ ഇവർക്ക് എളുപ്പം സാധിച്ചു എന്ന് പറയാം. ഫുഡ് ഡെലിവറി നടത്തുന്നതിൻ്റെ മറവിൽ ലഹരി വിൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയ ജിജിൻ പിടിയിലായതോടെയാണ് കേസിൽ നിർണായക തെളിവുണ്ടായതും അധ്യാപികമാരുടെ പങ്ക് പുറത്തു വന്നതും. ലഹരിക്കടത്തിന് മറയാക്കാൻ വിചിത്രവും വൈവിധ്യമാർന്നതുമായ വഴികളാണ് ഈ സംഘം കണ്ടെത്തിയത്. സൂംബ ഡാൻസ് ക്ലാസുകൾ, ബൺ വിൽപ്പന തുടങ്ങിയ ആളുകൾ തടിച്ചുകൂടുന്ന ഇടങ്ങളും ബിസിനസ്സുകളും ഇവർ മയക്കുമരുന്ന് കച്ചവടത്തിനായി ഉപയോഗിച്ചു. ലഹരി ആവശ്യക്കാർ ഇവർക്ക് പണം നൽകിക്കഴിഞ്ഞാൽ സൂംബ ക്ലാസുകളുടെയോ മറ്റു കേന്ദ്രങ്ങളുടെയോ മറവിൽ രഹസ്യമായി ലഹരി മരുന്ന് എത്തിക്കുകയായിരുന്നു ഇവരുടെ രീതി. ലഹരി ഇടപാടുകാരുമായി നേരിട്ട് ബന്ധപ്പെടാതെ പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള ഡിജിറ്റൽ ഇടപാടുകളാണ് ഇവർ നടത്തി വന്നത്. ആവശ്യക്കാർ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കുന്ന ഒരു രീതി. പണം ലഭിച്ചാൽ ലഹരി സംഘത്തിലെ മറ്റൊരാൾ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ MDMA ഒളിപ്പിച്ച ശേഷം അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ അധ്യാപികമാർക്ക് നൽകും. അധ്യാപികമാർ ഈ ലൊക്കേഷൻ വാങ്ങലുകാർക്ക് മെസ്സേജ് വഴി കൈമാറുന്നതായിരുന്നു ഇവരുടെ തന്ത്രം. ലക്ഷക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇവരുടെ അക്കൗണ്ടുകൾ വഴി മറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് 3 അധ്യാപികമാരെയും സർവീസിൽ നിന്നും അടിയന്തരമായി നീക്കം ചെയ്തുകൊണ്ട് സമഗ്ര ശിക്ഷ അഭിയാൻ ഉത്തരവിറക്കി. ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയിലെ വമ്പന്മാരെ പൂട്ടാൻ അന്വേഷണം വരും ദിവസങ്ങളിൽ കർണാടകയിലേക്കും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം.